മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് നാം എത്തി നിൽക്കുന്നത് ചരിത്രപ്രധാനമായ പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ഇരുമ്പിളിയം പഞ്ചായത്തിൽ വെണ്ടല്ലൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ കാവ് ഒരു സ്വയംഭൂ ചൈതന്യത്തിലാണ് കുടികൊള്ളുന്നത്. പ്രധാനമായി വനദുർഗാ സങ്കല്പത്തിൽ ആ ഭഗവതി ശക്തിയെ ഒരു ഗർത്തത്തിൽ സംരക്ഷിച്ചു എന്ന് വിശ്വസിച്ച് ആ ഗർത്തത്തിനെയാണ് നമ്മൾ ഭഗവതിയായി കണ്ട് ആരാധിച്ചു വരുന്നത്. രണ്ടാമതായി ദാരികവധം അല്ലെങ്കിൽ ദാരിക നിഗ്രഹം ചെയ്ത ഭദ്രകാളി സങ്കല്പത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. മൂന്നാമതായി കാരാഭഗവതി വടക്കോട്ട് ദർശനമായി അതിരൗദ്രയായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കുടികൊള്ളുന്നു. ത്രിഗുണകാരിയായ ഈ മൂന്ന് ഭഗവതികൾ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രതീകമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന് മേൽക്കൂരകൾ ഇല്ല. പ്രകൃതിയുടെ പൂജയാണ്, പ്രകൃതിയുടെ ആരാധനയാണ് ഈ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ അഭികാമ്യം എന്നതുകൊണ്ട് തന്നെ മേൽക്കൂര ഇല്ലാത്ത ഒരു സമ്പ്രദായത്തിലാണ് ഈ ഭഗവതിമാർ കുടികൊള്ളുന്നത്. വൃക്ഷലതാദികളുടെ ഇലകൾ വീഴുന്നത് പോലും പ്രകൃതിയുടെ പൂജയായി ഭഗവതി സ്വീകരിക്കുന്നു. പ്രധാന നിവേദ്യമായിട്ട് ഭദ്രകാളി സങ്കേതത്തിൽ പിടാവ്, അരപ്പിടാവും എന്ന മൺപാത്രത്തിലുള്ള നിവേദ്യങ്ങളും കാരാഭഗവതി സങ്കല്പത്തിൽ കാരപ്പിടാവ് എന്ന നിവേദ്യവുമാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൂടാതെ ദുർഗാ സങ്കല്പത്തിൽ സാധാരണ മറ്റ് ദുർഗാക്ഷേത്രങ്ങളിലെ പോലെ തന്നെ വെള്ള നിവേദ്യം, പിന്നെ കഠിന പായസം, പൂമൂടൽ, ത്രികാല പൂജ അങ്ങനെയുള്ള വിശേഷമായ എല്ലാ വഴിപാടുകളും നടത്തിക്കൊടുക്കുന്നുണ്ട്. ഈ ക്ഷേത്രം ഇതിൻ്റെ പഴക്കം പോലെ തന്നെ ആചാരങ്ങളിലുള്ള മറ്റൊരു പ്രത്യേകതയാണ്. എന്നും പുതിയ മൺപാത്രങ്ങളിലാണ് ഇവിടെ നിവേദ്യം പാകം ചെയ്ത് ഭദ്രകാളി, കാരാഭഗവതി തുടങ്ങിയ ഈ ഭഗവതിമാർക്ക് നിവേദിക്കുന്നത്. പിടാവ് എന്ന നിവേദ്യം പുതിയ മൺപാത്രത്തിൽ 20ഓളം നാഴി അരി ശേഖരിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഒരു മഹാനിവേദ്യമായി ഭഗവതിക്ക് സമർപ്പിക്കുന്നു. കാരപ്പിടാവ് നാഴി അരി ഇട്ട് നിവേദ്യമായി കാരാഭഗവതിക്കും സമർപ്പിച്ച് ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ നർത്തക പ്രവർത്തികൾ ചെയ്തു വരുന്നത് വെങ്ങലത്ത് നായന്മാർ എന്ന ഒരു പ്രത്യേക വിഭാഗം നായ കുടുംബാംഗങ്ങളാണ്. അതിൽ പഴയകാലത്ത് ഭഗവതിക്ക് സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു യോഗീശ്വരനായ ഒരു ആത്മാംശം ഭഗവതിക്ക് പേർപിരിയാനാവാത്ത വിധം നിൽക്കുന്നത് കൊണ്ട് മുൻകാലങ്ങളിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചതിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനീകരണം കൊടുക്കുകയും അത് ഭഗവതിക്ക് അഭിമുഖമായി കിഴക്കോട്ട് ദർശനമായി നർത്തക മണ്ഡപമായി ഇന്നും ആചരിച്ചു വരുന്നു. അവിടുത്തെ പൂജകൾ ആ വെങ്ങലത്ത് കുടുംബാംഗങ്ങൾ തന്നെയാണ് ചെയ്തു വരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് 3 ഭഗവതിമാർക്ക് പുറമെ ഒരു രക്ഷോമൂർത്തി സാന്നിധ്യവും ഭൂതഗണങ്ങളുടെ സാന്നിധ്യവും കുടികൊള്ളുന്നു. ആ ഭൂതഗണങ്ങൾക്ക് അവിലെ, കൊട്ടത്തേങ്ങ, ശർക്കര നിവേദിച്ചാൽ നമുക്ക് കിണർ കുഴിക്കുമ്പോൾ ജലം യഥേഷ്ടം ലഭിക്കുമെന്ന ഒരു പഴയകാല വിശ്വാസം ഇന്നും എല്ലാ ഭക്തരും സമർപ്പിച്ചുകൊണ്ട് യഥേഷ്ടം വെള്ളം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതീകമായി ഈ ഭൂതഗണങ്ങൾ കുഴിച്ചതായി വിശ്വസിക്കുന്ന രീതിയിൽ ഒരു പ്രാവിൻ്റെ രീതിയിൽ ഒരു ഭൂതത്താൻ കുഴി അല്ലെങ്കിൽ ഭൂതത്താൻ കിണർ എന്ന രൂപത്തിൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പറമ്പത്തുകാവിലെ പ്രധാന ഉത്സവങ്ങളായി മകരച്ചൊവ്വ, കൂടുകയറ്റ വേല മഹോത്സവം, കളമ്പാട്ട് താലപ്പൊലി എന്നിവയാണ്. ഇതിൽ മകരച്ചൊവ്വ ദിവസം വളരെയധികം ഭക്തജനങ്ങൾ നിവേദ്യം സമർപ്പിക്കുന്നതിനും വഴിപാടുകൾ കഴിക്കുന്നതിനും കൂടുതലായി ഭഗവതിയെ ആരാധിക്കാൻ വരുന്ന ഒരു ദിവസമാണ്.
അത് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മകരച്ചൊവ്വ എന്ന ദിവസം നടന്നു വരുന്നു. കൂടാതെ കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച കൂടുകയറ്റ വേല മഹോത്സവം എന്ന ഉത്സവം, കൂടുംമേല എന്ന് പറയും. കർഷകർ അവർക്ക് കിട്ടുന്ന ധാന്യസമ്പത്തിൽ നിന്നും അല്പം ധാന്യം ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ഒരു കൂട് കെട്ടിയുണ്ടാക്കി അതിൽ നെല്ല് നിക്ഷേപിച്ച് അത് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു കാർഷിക വേല ഉത്സവമായി നമുക്കിതിനെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ദിവസം ഓരോ ഭക്തരും സംഘമായി വന്ന് അവരുടെ ഒപ്പം വരവുകളായി കാളവേലകൾ, പൊയ്ക്കാളകളെ വൈക്കോലും കെട്ടി ഉണ്ടാക്കി മരത്തിലുള്ള തല അതിൽ ഉറപ്പിച്ച് അത് ഒരു വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി രാവിലെ ഭഗവതിക്ക് പ്രദക്ഷിണം വെച്ച് ആരാധിച്ച് തിരിച്ചു പോകുന്ന ഒരു ചടങ്ങാണ് കൂടുകയറ്റ വേല മഹോത്സവത്തിൽ നടന്നു വരുന്നത്. ആ കാളവേലയ്ക്ക് ശേഷം വഴിപാടായി ചെറിയ ചെറിയ കുട്ടിക്കാളകളെയും ഓരോ കുടുംബത്തിൽ നിന്ന് ചിലർ കണ്ടുവരുന്നുണ്ട്. അവർ വീണ്ടും അടുത്ത വർഷവും ഇതുപോലെ കൊണ്ടുവരുന്നതിലേക്ക് ഈ കാളകളുടെ ശിരസ് അവർ തന്നെ കൊണ്ടുപോയി ബാക്കി ഭാഗം ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന രീതിയാണ് കണ്ടുവരുന്നത്. കാളവേലയ്ക്ക് ശേഷം മീനമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച, 38 ചൊവ്വാ ദിവസം ആഴ്ച ഈ ക്ഷേത്രത്തിലെ കളമ്പാട്ട് ഉത്സവം ആരംഭിക്കുന്നു. ഓരോ ദേശക്കാരുടെ വകയായുള്ള പാട്ടുകളും ഓരോ വ്യക്തിപരമായ പാട്ടുകളുമായി വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നു. ഈ ഉത്സവം പരമാവധി 41 ദിവസം ഒരു മണ്ഡലമായി നമ്മൾ നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷങ്ങളിലും 41 നടന്നു വരാറുണ്ട്. ഈ കോവിഡ് അല്ലെങ്കിൽ മഹാമാരിക്ക് ശേഷം മാത്രം അതിൽ ചെറിയ കുറവുകൾ വന്നിട്ടുണ്ട്. എങ്കിലും 25, 34 എണ്ണത്തോളം കളമ്പാട്ടുകൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. ഈ പറമ്പത്തുകാവിലെ ആചാരങ്ങൾ തന്നെ വളരെ പുരാതന രീതിയിലുള്ളതാണ്. അതിൽ നമുക്ക് അനുമാനിക്കാവുന്നത് ലോഹ സംസ്കാരത്തിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും നിലനിന്ന് വന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ വിശദീകരിച്ചതിൽ ഭഗവതിയുടെ നിവേദ്യത്തിന് മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ വ്യക്തിഗതമായി നമ്മൾ വഴിപാടുകൾ സമർപ്പിക്കുന്ന ആൾ രൂപം, കൈ, കാല് എന്നിവയ്ക്കുള്ള അസുഖങ്ങൾക്ക് വരുമ്പോൾ, വഴിയായികൾ വരുമ്പോൾ നമ്മൾ ചാർത്തുന്ന വെള്ളി, സ്വർണം രൂപങ്ങൾ മറ്റ് ക്ഷേത്രങ്ങൾ ചാർത്തി വരുന്നത് ഇവിടെ വരുമ്പോൾ എല്ലാ രൂപങ്ങളും കൈയാണെങ്കിലും കാലാണെങ്കിലും, വിശേഷിച്ച് നമ്മുടെ നാൽക്കാലികൾക്ക് അസുഖം വരികയാണെങ്കിൽ അവരുടെ അസുഖം ഭേദമാകുന്നതിന് നാൽക്കാലി രൂപങ്ങൾ ചാർത്തുന്ന ഒരു സമ്പ്രദായം വളരെ വർഷങ്ങളായി ഇവിടെ അനുവർത്തിച്ചു വരുന്നുണ്ട്. അതെല്ലാം മണ്ണിൽ നിർമ്മിച്ച രൂപങ്ങളാണ്. ഈ മൺരൂപങ്ങൾ 2016 ക്ഷേത്ര ജീർണോദ്ധാരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര സങ്കേതങ്ങൾക്ക് സമീപമുള്ള മരങ്ങൾക്കിടയിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ പഴക്കം നിശ്ചയിക്കുവാൻ ചരിത്രകാരന്മാരും ചരിത്ര പണ്ഡിതരുമെന്ന് പരിശോധിച്ചപ്പോൾ 3000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള രൂപങ്ങളാണ് ഇതിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം 3 ദിവസമായി ഇവിടെ ഒരു പഠന കോൺഗ്രസ് നടത്തുകയുണ്ടായി. അതിൽ അനവധി ചരിത്രകാരന്മാർ പങ്കെടുക്കുകയും കുട്ടികൾ ചരിത്ര പഠനത്തിനും പ്രൊജക്റ്റ് വർക്കിനു വേണ്ടി ഈ വിഷയം തിരഞ്ഞെടുത്ത് ഇവിടെ വന്ന് അത് കണ്ടെത്തി പഠിക്കാറുമുണ്ട്. ഈ രൂപങ്ങളിൽ പ്രധാനമായി സന്തതി ലഭിക്കുന്നതിന് വേണ്ടി, ആൺകുഞ്ഞ് ഉണ്ടാകുന്നതിന് വേണ്ടി കുതിരപ്പുറത്ത് ഉണ്ണിക്കുട്ടൻ എന്ന രീതിയിൽ ഒരു രൂപവും, അതുപോലെ പെൺകുട്ടി ലഭിക്കുന്നതിന് വേണ്ടി ഏരൂരിയും മക്കളും എന്ന ഒരു വിശേഷമായ 2 വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. കൂടാതെ വയറുവേദന, അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആമ എന്ന രൂപത്തെ എടുത്തു ചാർത്തുന്ന സമ്പ്രദായമുണ്ട്. ശ്വാസം മുട്ടൽ, അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ കയറ് ഇവിടെ ചാർത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇത്തരം രൂപങ്ങൾ ചാർത്തുന്നത് ചരിത്രപരമായി പറയുകയാണെങ്കിൽ മനുഷ്യനിൽ വന്ന സാംസ്കാരിക മാറ്റം നമുക്ക് ഈ രൂപങ്ങളിൽ ദർശിക്കുവാൻ കഴിയും. ചില മനുഷ്യരൂപങ്ങൾ അല്ലെങ്കിൽ ടെറാക്കോട്ട പെപ്പറ്റ്സ് എന്നാണ് ഇതിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാമകരണം ചെയ്തത്. ആ രീതിയിലുള്ള രൂപങ്ങളിൽ
മുടി കെട്ടിവെച്ചതും മുടി ഒരു ഭാഗത്തേക്ക് കെട്ടിവെച്ചവരും നെറുകയിൽ കെട്ടിവെച്ചവരും മുടിയില്ലാത്തവരുമായ മനുഷ്യനിൽ വന്ന എല്ലാ മാറ്റങ്ങളും ഈ 3000 വർഷത്തിന് മുമ്പുള്ള രൂപത്തിൽ നിന്ന് ഇന്നത്തെ മാറ്റം വരെയുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള ആൾരൂപങ്ങൾ മണ്ണിൽ നിർമ്മിച്ചത് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഏകദേശം 25 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ക്ഷേത്ര കോമ്പൗണ്ടാണ് പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിനുള്ളത്. അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പാറകളിൽ സർപ്പങ്ങളുടെ രൂപങ്ങൾ കൊത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇണ ആയ സർപ്പങ്ങളും ചുരുണ്ട സർപ്പങ്ങളായും വിവിധ രൂപത്തിലുള്ള സർപ്പരൂപങ്ങളെ നമുക്കവിടെ ദർശിക്കാൻ കഴിയും. ഏറ്റവും പ്രാചീനമായ ആരാധനാ സമ്പ്രദായം സർപ്പാരാധനയായതുകൊണ്ട് തന്നെ ഈ കാവും ഭഗവതി ആരാധന പോലെ തന്നെ ഒരു സർപ്പാരാധന പഴയ കാലങ്ങളിൽ നടന്നിട്ടുണ്ടാകാം. എങ്കിലും ശക്തി എന്ന രൂപത്തിൽ ഭഗവതിക്ക് പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടത്തിൽ സർപ്പക്കാവിനേക്കാൾ ഒപ്പം തന്നെ ഈ ഭഗവതി അല്ലെങ്കിൽ അങ്ങനെയുള്ള രൗദ്രമൂർത്തികൾക്കാണ് കാവ് സമ്പ്രദായം ഉണ്ടാവുക. ആ കാവ് സമ്പ്രദായത്തിൽ ഭദ്രകാളി, ദുർഗ, വനദുർഗ എന്നീ രീതിയിൽ നമ്മൾ ആചരിച്ചു വരുന്ന ത്രിഗുണകാരിയായ പറമ്പത്തുകാവിലമ്മയുടെ സന്നിധിയിൽ ഉണ്ട്. ഈ ക്ഷേത്ര സങ്കേതത്തിൽ അനേകം ഭക്തർ അവരുടെ അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിറവേറ്റുന്നതിന് വേണ്ടിയും അവരുടെ കാര്യവിജയങ്ങൾക്ക് വേണ്ടിയും ദൂരസ്ഥലങ്ങളിൽ നിന്നും പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അനേകം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പറമ്പത്തുകാവിലമ്മയുടെ കരുണാകടാക്ഷം എല്ലാ ജനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.